എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സത്യം, നിങ്ങളുടെ പണം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സമ്പൽ സമൃദ്ധി എല്ലാം മാറ്റിമറിക്കും. ആദ്യം കേൾക്കുമ്പോൾ ഇത് നിങ്ങളെ ഭയപ്പെടുത്താം, അത് തെറ്റാണെന്ന് തോന്നാം. പക്ഷേ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പണത്തിൻ്റെ ഒഴുക്ക്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം, യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. ദ മോർ ഐ ഗിവ്, ദ മോർ ഐ റിസീവ്. ഇതാണ് സമൃദ്ധിയുടെ മോസ്റ്റ് പവർഫുൾ ലോ. എന്താണ്? നമ്മൾ എത്രമാത്രം കൊടുക്കുന്നു, നമുക്ക് അത്രമാത്രം നമുക്ക് തിരികെ ലഭിക്കും. എത്രമാത്രം കൊടുത്താലും തിരിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്തോറും പണം കൂടുന്നു എന്ന് പറയുന്നത് എന്ന് നോക്കാം. പണം എന്ന് പറയുന്നത് ഒരു നോട്ട്സ് അല്ല, അത് നമ്പറുകളുമല്ല, അതൊരു എനർജിയാണ്. എനർജിക്ക് ഒരു റൂളുണ്ട്. എനിത്തിങ് ദാറ്റ് ഫ്ലോസ് എക്സ്പാൻസ്. ഒഴുകുന്ന എനർജിക്ക് മാത്രമാണ് വളർച്ച. നിങ്ങൾ നൽകുമ്പോൾ, നമ്മൾ കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ യൂണിവേഴ്സിൽ ഒരു റിപ്പിൾ ക്രിയേറ്റ് ചെയ്യും. എന്താണ്? അവൾക്ക് നൽകാൻ ധാരാളമുണ്ട് എന്ന് യൂണിവേഴ്സ് തിരിച്ചറിയും. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ജോലി എന്താണെന്ന് അറിയുമോ? അവൾ അബൻഡൻസ് സ്റ്റേറ്റിലാണ്, അതിനാൽ കൂടുതൽ കൊടുക്കാം എന്ന് യൂണിവേഴ്സ് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കും തോറും കൂടും എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി വേഴ്സസ് അബൻഡൻസ് മൈൻഡ് സെറ്റ്. ഇപ്പം സ്കേഴ്സിറ്റി മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഉണ്ടെങ്കിലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. കൊടുക്കരുത്, കൊടുത്താൽ നമ്മുടെ സമ്പാദ്യം കുറയും, പിന്നെ ഇല്ലാതാവും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവർ. അതേസമയം അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുത്താലും അത് മൾട്ടിപ്പിൾസ് ആയി തിരികെ വരും, അതായത് കൂടുതലായിട്ട് എന്നിലേക്ക് തിരികെ വരും എന്ന് പറയുന്നതാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ്. അപ്പം സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്തിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു മൈൻഡ് സെറ്റാണ്. ഒന്നും കൊടുക്കാൻ ഇഷ്ടമില്ലാത്തൊരു മൈൻഡ് ഉള്ള ആൾക്കാരാണ് സ്കേഴ്സിറ്റി മൈൻഡ്. അപ്പോൾ അവരെന്തൊക്കെ സ്കേഴ്സിറ്റി മൈൻഡ് ബ്ലോക്ക് ചെയ്യുന്നത്? മണി ഫ്ലോ, അതായത് പണത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നു, അവസരങ്ങളെ തടയുന്നു, അവരുടെ ബിസിനസ് ഗ്രോത്ത്, വളർച്ചയുണ്ടാവില്ല, അതുപോലെ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആകുന്നു, പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം അവർക്ക് ലഭിക്കില്ല. അതേസമയം അബൻഡൻസ് മൈൻഡ് സെറ്റിലുള്ളവർ, അതായത് ഞാൻ എന്ത് കൊടുത്താലും അത് തിരികെ എനിക്ക് ഇരട്ടിയായി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന അബൻഡൻസ് മൈൻഡ് സെറ്റ്, സമ്പൽ സമൃദ്ധിയുടെ മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നവർക്ക് മണി ചാനൽസ്, ഏതെങ്കിലും രീതിയിൽ മണി ലഭിച്ചുകൊണ്ടേയിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ഇൻകം ലഭിക്കും, അപ്രതീക്ഷിതമായി പണം ലഭിക്കും. അതുപോലെ യൂണിവേഴ്സിൻ്റെ പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പലവിധ മാർഗങ്ങളിലൂടെയും നമുക്ക് പണം ലഭിക്കും. അതുപോലെ റൈറ്റ് പീപ്പിൾ, നമുക്ക് പണം തരാൻ കഴിവുള്ള, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള റൈറ്റ് പീപ്പിൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തും. ഒരു റൈറ്റ് ടൈമിങ് എല്ലാത്തിനും ഉണ്ടാവും. നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ ശരിയായ സമയത്ത്, ശരിയായ ദിശയിൽ, ശരിയായ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. അതാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു റിയൽ സീക്രട്ട് ഞാൻ പറയാം. എന്താന്ന് വെച്ചാൽ, ഒരു സത്യമുള്ള കാര്യം ഞാൻ പറയുകയാണ്. നമ്മളിപ്പം വിചാരിക്കുമോ, ഞാനിപ്പോൾ ഈ പണമില്ലാത്ത ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് പണം കൊടുക്കും, അല്ലേ? എന്തുകൊണ്ടാണ് മാഡം ഇങ്ങനെ പറയുന്നത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് പണം മാത്രമല്ല, ഒരു പുഞ്ചിരി സമ്മാനിക്കുക, ഒരു സ്മൈൽ, ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നന്നായിട്ടൊന്ന് ചിരിച്ച് അയാളെ ഒന്ന് മനസ്സ് ആശ്വസിപ്പിക്കാം. അതുപോലെ ഒരു പോസിറ്റീവ് വേർഡ് പറയാം, ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തു കൊടുക്കാം. ഏതെങ്കിലും കാര്യങ്ങൾക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മെൻ്റലി സപ്പോർട്ട് ചെയ്യാം, അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കാം. പിന്നെ ചെറിയൊരു എമൗണ്ട് നമുക്ക് ഡൊണേഷൻ കൊടുക്കാം. സ്കൂളുകളിൽ, ഈ അനാഥാലയങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ടൈം കൊടുക്കാം, അല്ലെ? എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക. ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സമയം അവർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഗിവിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഗിവിങ് ഈസ് ആൻ എനർജി റിലീസ്, റിസീവിങ് ഈസ് ആൻ എനർജി റിട്ടേൺ. അതായത്
ഗിവിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മുടെ എനർജി നമ്മൾ റിലീസ് ചെയ്യുകയാണ്. റിസീവിങ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഡബിളായിട്ട് തിരിച്ചു വന്നിരിക്കും ഉറപ്പായിട്ട്. അപ്പം നമ്മൾ ഗിവിങ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസീവിങ് ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു കർമ്മയല്ല, ഇതൊരു മാജിക്കും അല്ല, ഇതൊരു ലോ ഓഫ് അട്രാക്ഷനുമല്ല. ഇത് പ്യുവർ യൂണിവേഴ്സൽ എനർജി ഫിസിക്സ് ആണ്. ഇത് യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ലോ ആണ് ഇത്. ഓക്കെ, സയൻസ് ബിഹൈൻഡിങ് ഗിവിങ് ആൻഡ് റിസീവിങ്. അതായത് ഈ ഒരു നമ്മൾ കൊടുത്താൽ നമുക്ക് കൂടുതൽ കിട്ടുമെന്നുള്ള ഈ ഒരു ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രെയിൻ റീവയർ ചെയ്യും വെൻ യു ഗീവ്. അപ്പോൾ നമ്മളിപ്പം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ, പക്ഷെ ഞാൻ 500 രൂപ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്താ വിചാരിക്കുക? ഐ ആം അബൻഡൻറ്റ്, ഐ ഹാവ് ഇനഫ് മണി, ഐ ക്യാൻ ഷെയർ. അപ്പോൾ നമ്മളെ മനസ്സ് നമ്മൾ വിചാരിക്കും, ബിബി മാഡം ഭയങ്കര ഒരു പണക്കാരിയാണ്, ഒരു സമ്പൽ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്, മതിയായവളാണ്, എല്ലാവർക്കും എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യുകയാണ്. ബ്രെയിൻ വിചാരിക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുകയാണ് അവൾ സമ്പൽ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലുള്ള ഭയങ്ങളെ റിമൂവ് ചെയ്യും, ഭയത്തെ റിമൂവ് ചെയ്യും. എന്നിട്ട് ഡോപ്പമീൻ ആക്ടിവേറ്റ് ചെയ്യും, ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫ്രീക്വൻസി കൂടും, ഹൈ വൈബ്രേഷൻ സ്റ്റേറ്റിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ യൂണിവേഴ്സ് റിയാക്ട്സ് ടു ഫ്രീക്വൻസി. യൂണിവേഴ്സ് നമ്മുടെ ഫ്രീക്വൻസിയോടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ് നമ്മൾ മണിയെ അട്രാക്റ്റ് ചെയ്യുന്നത്, മണി അതായത് പണത്തെ ആകർഷിക്കുന്നത്. അതുപോലെ നല്ല നല്ല മനുഷ്യരെ ആകർഷിക്കുന്നത്, നല്ല നല്ല ബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്, നല്ല അവസരങ്ങളെ നമ്മൾ ആകർഷിക്കുന്നത്. അതുപോലെ നമ്മൾ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിനെ ആകർഷിക്കുന്നതും നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് മിറക്കിൾ സ്റ്റോറീസ് പറയാം, അത്ഭുതമായ കഥകൾ. എന്താന്ന് വെച്ചാൽ, ഒരു വീട്ടമ്മ 100 രൂപ കിട്ടിയാലും അതിൽ 10 രൂപ ആ വീട്ടമ്മ മാറ്റിവെച്ചു ചാരിറ്റിക്ക് വേണ്ടി, സേവനം ചെയ്യാനായിട്ട്, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് കിട്ടുന്ന 100 രൂപ സമ്പാദ്യത്തിൽ നിന്നും 10 രൂപ മാറ്റിവെച്ചു, ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ജോലിയില്ലാതിരുന്ന ഹസ്ബൻഡിന് നല്ലൊരു ജോലി ലഭിച്ചു. സാലറിയിൽ വളരെ ഒത്തിരി കൂടുതലായിട്ടുള്ള സാലറിയിൽ ഒരു ജോലി ലഭിച്ചു. അതുപോലെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സിലൂടെ അവർക്ക് നല്ലൊരു വീട് ലഭിച്ചു. അവർക്ക് ജീവിതത്തിൽ അവരെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തി. ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ നമ്മൾ കയ്യിലുള്ളതിൻ്റെ ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഇരട്ടിയുടെ മൾട്ടിപ്പിളായിട്ട് ലഭിക്കും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റോറി പറയുന്നത്, ഒരു യുവാവ് എല്ലാ ദിവസവും ഈ വഴിയോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പട്ടികളെ കണ്ടിട്ടില്ലേ? ഇല്ലേ, തെരുവ് പട്ടി എന്നൊക്കെ പറയും. അവർക്ക് ഭക്ഷണം കൊടുത്തു. അയാൾ എന്നും കൊടുക്കുമായിരുന്നു, ഒന്നും ആലോചിച്ചില്ല, വെറുതെ ഭക്ഷണം എന്നും കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് നല്ലൊരു ജോലി കിട്ടി. അയാൾക്ക് നല്ലൊരു ഉയർച്ചയിൽ, നല്ലൊരു ഹൈ പൊസിഷനിൽ നല്ലൊരു ജോലി കിട്ടി. ഇന്ന് അയാൾക്ക് നല്ലൊരു വരുമാനവുമായി അയാൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഗിവിങ് ചെയ്യുമ്പം, നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ എനർജിയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് കൊടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മൈൻഡിൽ നമുക്ക് ബോധം വരും. മനസ്സിലായോ? നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് റിസീവ് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവും. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് തിരികെ ലഭിക്കും. ഓക്കെ, ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അതുപോലെ ഡെയിലി നമുക്ക് ഒരു റിച്വൽ വയ്ക്കാം. ഇന്ന് മുതൽ ഒരു ചെറിയ സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യും. 1 രൂപയായാലും മതിയാകും. ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി കൊടുക്കാം, ഒരു നല്ല ഗുഡ് കമൻറ്റ് കൊടുക്കാം.
നല്ലൊരു ബ്ലെസ്സിങ് കൊടുക്കാം, ഇല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരു സ്മോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ആ ഒരു മണി ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനുള്ള ഒരു വലിയൊരു ഐഡിയയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബ്ലോക്കേജസും മാറ്റാനുള്ള ഒരു വലിയ ഐഡിയയാണ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത്, എന്ത് കാര്യങ്ങളാണെങ്കിലും. ഓക്കെ, ഇനി നമുക്കൊരു അഫർമേഷൻ പറയാം. എൻ്റെ എനർജി, എൻ്റെ പണം, എൻ്റെ അബൻഡൻസ്, അതായത് എൻ്റെ സമ്പൽ സമൃദ്ധി ഒഴുകുന്നു. ഞാൻ കൊടുക്കുമ്പോൾ അതും കൂടുതലായി എന്നിലേക്ക് തിരിച്ചെത്തുന്നു. എൻ്റെ എനർജി, എൻ്റെ പണം, എൻ്റെ സമ്പൽ സമൃദ്ധി ഒഴുകുന്നു. ഞാൻ അത് കൊടുക്കുമ്പോൾ അതിലും കൂടുതലായി അത് എന്നിലേക്ക് തിരിച്ചെത്തുന്നു. I am a generous giver. I am an abundant receiver. The more I give, the more I receive. വളരെ പവർഫുള്ളായ ഒരു വേർഡാണിത്. The more I give, the more I receive. എത്രമാത്രം കൊടുക്കുന്നു അതിൻ്റെ ഡബിളായി, മൾട്ടിപ്പിളായി നമ്മളിലേക്ക് അത് തിരിച്ചു വരും. വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യൂ. ദ മോർ ഐ ഗീവ്, ദ മോർ ഐ റിസീവ് എന്ന് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഡബിളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും, ഉറപ്പാണ്. വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ ഒരു വാട്സപ്പ് ക്ലബ്ബുണ്ട്, ഹാപ്പിനെസ് ക്ലബ്ബ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു ഗിവിങ് റിസീവിങ്, അതായത് ദ മോർ ഐ ഗീവ് ദ മോർ ഐ റിസീവ് എന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേർഡാണിത്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, നന്മകൾ, ആയുസ്, ആരോഗ്യം, മനസ്സമാധാനം എല്ലാം വർദ്ധിക്കും. തീർച്ചയാണ്. Trust the universe. Thank you, universe.